നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തുർക്കിയിലെ ബോലു പർവ്വതനിരകളിലെ സ്കീ റിസോർട്ട് ഹോട്ടലിന് തീപിടിച്ച് 76 പേർ മരിച്ചു, 51 പേർക്ക് പരിക്ക്. തുർക്കിയിൽ ദേശീയ ദുഃഖാചരണം. കർണാടകയിൽ വാഹനാപകടത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഉത്തര കന്നഡ ജില്ലയിലെ ഹാവേരി കുംദ ദേശീയപാത 65-ൽ പുലർച്ചെ 5 മണിക്കായിരുന്നു അപകടം. കൊല്ലപ്പെട്ടത് ലോറിയിൽ പച്ചക്കറി ചാക്കുകൾക്ക് മീതെയിരുന്നു സഞ്ചരിച്ചവർ. ബ്രിട്ടനിലെ തീവ്രവാദ നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കൊലപാതകങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഓൺലൈൻ അക്രമ ഉള്ളടക്കത്തിന്റെ കണ്ടന്റുകൾ നീക്കം ചെയ്യാൻ സാങ്കേതിക കമ്പനികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ലേബർ സർക്കാർ. കോവിഡ് തട്ടിപ്പുകാർക്ക് പണി കൊടുക്കാൻ ഫ്രോഡ് ബിൽ. ബ്രിട്ടീഷ് പാർലമെന്റ് കോവിഡ് കാല തട്ടിപ്പുകാരുടെ സ്വത്തുക്കൾ റെയ്ഡ് ചെയ്യുവാനും തട്ടിയെടുത്ത നികുതിദായകരുടെ പണം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും തിരിച്ചുപിടിക്കുവാനും ആന്റി ഫ്രോഡ് സ്ക്വാഡിന് അധികാരം. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ ഉക്രൈൻ വക റഷ്യയിലേക്ക് ഡ്രോൺ ആക്രമണം. യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടത്താൻ പുടിൻ വിസമ്മതിച്ചാൽ റഷ്യയ്ക്കെതിരെ US പുതിയ ഉപരോധം ഏർപ്പെടുത്തിയേക്കുമെന്ന് ട്രംപ്. US-ലുടനീളം ഡാറ്റാ സെന്ററുകളുടെ ഒരു ശൃംഖല നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ഓപ്പൺ AI, ഒറാക്കിൾ, സോഫ്റ്റ് ബാങ്ക് എന്നിവയുടെ $500 ബില്യൺ AI ഇൻഫ്രാസ്ട്രക്ചർ സംയുക്ത സംരംഭം അനാവരണം ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്ന ജന്മാവകാശ പൗരത്വ സംവിധാനം റദ്ദാക്കുന്നതിനെതിരെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ. ശൈശവ വിവാഹം നിയമവിധേയമാക്കണമെന്ന സൂചനകളോടെ രാജ്യത്തിന്റെ വ്യക്തിഗത നിയമത്തിലെ ഭേദഗതികൾ ഇറാഖ് പാർലമെന്റ് പാസാക്കി. വേണ്ട വിധത്തിൽ ചിന്തിക്കാതെ നടപടിയെടുത്തതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ 1 ലക്ഷം രൂപ പിഴ ചുമത്തി ബോംബെ ഹൈക്കോടതി. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. വാർത്തകൾ വിശദമായി. തുർക്കിയിലെ ബോലു പർവ്വതനിരകളിലെ പ്രശസ്തമായ സ്കീ റിസോർട്ട് ഹോട്ടലിന് തീപിടിച്ച് 76 പേർ മരിക്കുകയും 51 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വടക്കൻ പടിഞ്ഞാറൻ തുർക്കിയിലെ ബോലു പ്രവിശ്യയിലെ കർത്താക്കായയിലെ 12 നിലകളിലുള്ള ഗ്രാൻഡ് കാർട്ടാൽ ഹോട്ടലിലെ റെസ്റ്റോറന്റിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ 3:30 തീപിടുത്തമുണ്ടായത്. സംഭവത്തിന് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും തുർക്കിയിലെ ആഭ്യന്തരമന്ത്രി അലി ഏർക്കാലിയ അപകട സ്ഥലം പരിശോധിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൊല്ലപ്പെട്ട 76 പേരിൽ 45 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മരിച്ച മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണെന്നും എർലിയാക്കായ പറഞ്ഞു. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദൂഖാൻ ബുധനാഴ്ച ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. തീപിടുത്തത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ സർക്കാർ 6 പ്രോസിക്യൂട്ടർമാരെ നിയോഗിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ഹോട്ടലിലെ ഉടമ അടക്കം 9 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും എർലിക്കായ പറഞ്ഞു. 161 മുറികളുള്ള ഒരു പാറക്കെട്ടിന്റെ വശത്തുള്ള ഹോട്ടലിൽ 238 അതിഥികളുണ്ടായിരുന്നു. പരിഭ്രാന്തരായി കെട്ടിടത്തിൽ നിന്നും ചാടി 2 പേർ മരിച്ചതായും ബൊലു ഗവർണർ അബ്ദുൾ അസീസ് ഐഡിൻ പറഞ്ഞു. കർണാടകയിൽ വാഹനാപകടത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഉത്തര കന്നഡ ജില്ലയിലെ എല്ലപ്പുര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഹാവേരി കുംദ ദേശീയപാത 65-ൽ പുലർച്ചെ 5 മണിക്കായിരുന്നു അപകടം. പച്ചക്കറി കയറ്റി വന്ന ലോറി ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ലോറിയിൽ പച്ചക്കറി ചാക്കുകൾക്ക് മീതെ ഇരുന്ന് സഞ്ചരിച്ചവരാണ് അപകടത്തിനിരയായത്. തലകീഴായി മറിഞ്ഞ ലോറിക്കടിയിൽ പെട്ടായിരുന്നു മരണം. മരിച്ചവരെല്ലാം ഹാവേരി ജില്ലയിൽ നിന്നുള്ളവരാണ്. ബ്രിട്ടനിലെ തീവ്രവാദ നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കൊലപാതകങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഓൺലൈൻ അക്രമ ഉള്ളടക്കത്തിന്റെ കണ്ടന്റുകൾ നീക്കം ചെയ്യാൻ സാങ്കേതിക കമ്പനികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ലേബർ സർക്കാർ ഉറപ്പു നൽകി. രാജ്യത്തെ നടുക്കിയ ടൈലർ സ്വിഫ്റ്റ് തീം ഡാൻസ് ക്ലാസ് കൊലപാതകങ്ങളെ തുടർന്നാണ് ഈ തീരുമാനം. ജൂലൈയിൽ 3 പെൺകുട്ടികളെ കുത്തി കൊലപ്പെടുത്തിയതിനു മുമ്പ് ആക്സൽ റുഡാകുബാന തന്റെ കിടപ്പുമുറിയിൽ അക്രമാസക്തമായ ഉള്ളടക്കം ആക്സസ് ചെയ്തതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു.
ആളുകൾക്ക് ഭയാനകമായ വീഡിയോകൾ കാണാൻ കഴിയുമെന്നത് ശരിയായ നടപടിയല്ലെന്നും ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്കെതിരെ തീർച്ചയായും കേസെടുക്കുമെന്നും പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു. സൗത്ത് പോർട്ട് കൊലയാളിയെ ജയിലിൽ തീവ്രവാദിയായി തന്നെ പരിഗണിക്കുമെന്നും ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പറും വ്യക്തമാക്കിയിരുന്നു. ആക്രമണകാരികൾക്കെതിരെ തീവ്രവാദ നിയമങ്ങൾ പ്രകാരം കുറ്റം ചുമത്താൻ അനുവദിക്കുന്നതിന് നിയമപരമായ മാറ്റങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു. ബ്രിട്ടനിലെ കോവിഡ് കാല തട്ടിപ്പുകാരുടെ സ്വത്തുകൾ റെയ്ഡ് ചെയ്യുവാനും തട്ടിയെടുത്ത നികുതിദായകരുടെ പണം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് തിരിച്ചുപിടിക്കുവാനും ആന്റി ഫ്രോഡ് സ്ക്വാഡിന് അധികാരം നൽകും. ബുധനാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ച ഫ്രോഡ് ബില്ലിന്റെ ഭാഗമായി ക്രിമിനൽ പ്രോസിക്യൂഷന് പകരമായി സിവിൽ പെനാൽറ്റികൾ നൽകുന്നതിനുള്ള അധികാരം ക്യാബിനറ്റ് ഓഫീസിന്റെ പൊതുമേഖലാ വഞ്ചന അതോറിറ്റിക്ക് നൽകും. ക്രിമിനൽ പ്രോസിക്യൂഷന് പകരമായി ശക്തമായ സിവിൽ പിഴകൾ ചുമത്താൻ പൊതുമേഖലാ ഫ്രോഡ് അതോറിറ്റിക്ക് അധികാരമുണ്ടാകും. കോവിഡ് പകർച്ചവ്യാധിയുമായി ബന്ധമില്ലാത്തവ ഉൾപ്പെടെ വ്യാജ കമ്പനികൾക്ക് നികുതിദായകരുടെ ധനസഹായത്തോടെ ഗ്രാന്റുകൾ ലഭിച്ചതടക്കം തട്ടിപ്പ് കേസുകൾ അന്വേഷിക്കുവാനുള്ള കോവിഡ് അഴിമതി കമ്മീഷണറുടെ കഴിവും ശക്തിപ്പെടുത്തും. ക്രിസ്മസിന് മുന്നോടിയായി ചാൻസലർ റേച്ചൽ റീവ്സ് മുൻ കൺസർവേറ്റീവ് ക്യാബിനറ്റ് ഉപദേഷ്ടാവായ ടോം ഹേഗോയെ തന്റെ കോവിഡ് അഴിമതി കമ്മീഷണറായി നിയമിച്ചു. ഫർലോ, ബിസിനസ് സപ്പോർട്ട് ഗ്രാന്റുകൾ, കോവിഡ് കാലഘട്ടത്തിലെ ക്രെഡിറ്റ് തട്ടിപ്പ് തുടങ്ങിയ മറ്റ് പ്രധാന കോവിഡ് ലോൺ സ്കീമുകൾ ഇന്നുവരെ നടന്ന തട്ടിപ്പ് വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം കമ്മീഷണർക്ക് നൽകും. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ ഉക്രൈൻ റഷ്യയിലേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിൽ റഷ്യൻ ഓയിൽ ഡിപ്പോ തീപിടുത്തമുണ്ടായി. ഡ്രോണുകൾ സൈനിക വിമാനം നിർമ്മിക്കുന്ന പ്ലാന്റിൽ സ്ഫോടനം നടത്തി. ഉക്രൈൻ ആക്രമണം നിർത്തിയില്ലെങ്കിൽ റഷ്യയ്ക്ക് നേരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം. ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ ഒറേനേഷ് മേഖലയിൽ ലിസ്കി പട്ടണത്തിനടുത്തുള്ള ഓയിൽ ഡിപ്പോയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാം തവണയും ആക്രമണമുണ്ടായതായി ഉക്രൈൻ സൈന്യം വ്യക്തമാക്കി. റഷ്യൻ സൈനികർക്ക് വിതരണം ചെയ്യാൻ കരുതിയ ഇന്ധനവും ലൂബ്രിക്കന്റുകളുമുള്ള ടാങ്കുകൾക്കും തീപിടിച്ചു. പടിഞ്ഞാറൻ റഷ്യൻ നഗരമായ സ്മോലെൻസ്കിൽ കോംബാറ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന ഒരു വ്യോമയാന പ്ലാന്റിൽ തങ്ങൾ ആക്രമണം നടത്തിയതായും സ്ഫോടനങ്ങൾക്ക് കാരണമായതായും ഉക്രൈൻ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 55-ന് ഉക്രൈനിൽ ഡ്രോണുകൾ തകർത്തതായും റഷ്യ പറഞ്ഞു. അതിനിടെ യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്താൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിസമ്മതിച്ചാൽ റഷ്യയ്ക്കെതിരെ US പുതിയ ഉപരോധം ഏർപ്പെടുത്തിയേക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്നും US ഇതിനകം റഷ്യയ്ക്ക് കനത്ത ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും ട്രംപ് തിങ്കളാഴ്ച വ്യക്തമാക്കി. US-ലുടനീളം ഡേറ്റാ സെന്ററുകളുടെ ഒരു ശൃംഖല നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന OpenAI, ഒറാക്കിൾ, സോഫ്റ്റ് ബാങ്ക് എന്നിവയുടെ $500 ബില്യൺ AI ഇൻഫ്രാസ്ട്രക്ചർ സംയുക്ത സംരംഭം അനാവരണം ചെയ്ത ഡൊണാൾഡ് ട്രംപ് സ്റ്റാർഗേറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ പങ്കാളിത്തം ചരിത്രത്തിലെ ഏറ്റവും വലിയ AI ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എന്ന് ഡൊണാൾഡ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിന് ആവശ്യമായ ഡാറ്റാ സെന്ററുകളും കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറും നിർമ്മിക്കാൻ സംയുക്ത സംരംഭം ലക്ഷ്യമിടുന്നു. ട്രംപിന്റെ അഭിപ്രായത്തിൽ 1 ലക്ഷം അമേരിക്കൻ തൊഴിലവസരങ്ങൾ ഉടനടി സൃഷ്ടിക്കുന്നതാണ് പദ്ധതി. ഓഫീസിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യത്തെ പ്രധാന ബിസിനസ് സംരംഭങ്ങളിലൊന്നാണ് ഇത്. കൂടാതെ AI കഴിവുകളിൽ ചൈനയ്ക്കെതിരെ ഒരു മുൻതൂക്കം നിലനിർത്താൻ US പുതിയ വഴികൾ തേടുന്നതിനിടയിലാണ് ഈ സംരംഭം വരുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ ഉഭയകക്ഷി ചർച്ച ഇന്ത്യയുമായുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതായി വ്യക്തമാക്കുന്ന സൂചനകൾ നൽകി. US പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്കൽ വാട്സും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ട്രംപ് ഭരണകൂടം അധികാരമേറിയ ശേഷം ആദ്യമായി നടത്തിയ ഉഭയകക്ഷി ചർച്ച ഇന്ത്യയുമായെന്നതാണ് ശ്രദ്ധേയം. ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ US-ന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് S ജയശങ്കർ എത്തിച്ചേർന്നത്. US പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ഔദ്യോഗിക പരിസമാപ്തി കുറിക്കുന്ന പ്രാർത്ഥനാ ചടങ്ങിൽ ട്രംപിനോട് ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടി വാഷിംഗ്ടൺ എപ്പിസ്കോപ്പൽ ബിഷപ്പിന്റെ അഭ്യർത്ഥന. ട്രാൻസ്ജെൻഡറുകൾക്കുള്ള പരിരക്ഷ എടുത്തുകളഞ്ഞതും കുടിയേറ്റക്കാരുള്ള നടപടിയുമാണ് ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനാ ചടങ്ങിനിടെ ട്രംപിനോട് അഭ്യർത്ഥന നടത്താൻ വാഷിംഗ്ടൺ എപ്പിസ്കോപ്പൽ ബിഷപ്പ് റൈറ്റ് റവറന്റ് മരിയാൻ എഡ്ഗർ ബുഡെ പ്രേരിപ്പിച്ചത്. കുടിയേറ്റക്കാരോടും LGBT സമൂഹത്തോടും കരുണ കാണിക്കണമെന്നതായിരുന്നു ബിഷപ്പിന്റെ അഭ്യർത്ഥന. ബിഷപ്പിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷമുള്ള ആദ്യ കോഡ് യോഗം ചൊവ്വാഴ്ച നടന്നു.
ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരാണ് കൂടിക്കാഴ്ച നടത്തിയത്. അടുത്ത ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ചു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിക്ക് 4 രാജ്യങ്ങളും തയ്യാറെടുക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്ന ജന്മാവകാശ പൗരത്വ സംവിധാനം റദ്ദാക്കിയതിനെതിരെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ജന്മാവകാശ പൗരത്വ സംവിധാനം ട്രംപ് റദ്ദാക്കിയത്. ഇതിനെതിരെ അമേരിക്കയിലെ 22 സംസ്ഥാനങ്ങളാണ് നിയമ പോരാട്ടത്തിനൊരുങ്ങുന്നത്. പതിറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വം. ട്രംപിന്റെ ഉത്തരവിനെതിരെ ഡെമോക്രാറ്റുകളും ആക്ടിവിസ്റ്റുകളും രംഗത്ത് വന്നിരുന്നു. രാജി പ്രഖ്യാപിച്ച് ഇസ്രയേൽ സൈനിക മേധാവി 15 മാസത്തെ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന് താൽക്കാലിക വിരാമമായതിന് പിന്നാലെയാണ് രാജി പ്രഖ്യാപനവുമായി ഇസ്രയേൽ സൈനിക മേധാവി രംഗത്ത് വന്നത്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാർച്ച് 6 രാജിവെക്കുമെന്നും സൈനിക മേധാവി ഹെർസി ഹലേവി പറഞ്ഞു. ഒക്ടോബർ 7 മുന്നോടിയായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കുമെന്നും സുരക്ഷാ വെല്ലുവിളികളിലുള്ള IDFന്റെ സന്നദ്ധത ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സിന് ഹവേലി രാജിക്കത്ത് കൈമാറി. ശൈശവ വിവാഹം നിയമവിധേയമാക്കണമെന്ന സൂചനകളോട് രാജ്യത്തിന്റെ വ്യക്തി നിയമത്തിലെ ഭേദഗതികൾ ഇറാഖ് പാർലമെന്റ് പാസാക്കി. വിവാഹമോചനം, അനന്തരാവകാശം എന്നിവ ഉൾപ്പെടെയുള്ള കുടുംബകാര്യങ്ങൾ ഇസ്ലാമിക് കോടതികൾ കൂടുതൽ അധികാരം നൽകുന്നതാണ് ഭേദഗതി. ഇറാഖി നിയമം നിലവിൽ വന്ന് ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായമായി 18 നിശ്ചയിക്കുന്നു. ചൊവ്വാഴ്ച പാസാക്കിയ മാറ്റങ്ങൾ ഇസ്ലാമിക് നിയമത്തിന്റെ വ്യാഖ്യാനമനുസരിച്ച് തീരുമാനമെടുക്കാൻ പുരോഹിതന്മാരെ അനുവദിക്കും. ചിലർ കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ വിവാഹം അനുവദിക്കണമെന്നും വ്യാഖ്യാനിക്കുമെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. കുടുംബ നിയമത്തെ ഏകീകരിക്കുകയും സ്ത്രീകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് ചെയ്ത 1959 ഇറാഖിന്റെ വ്യക്തി നിയമത്തെ ഇത് അട്ടിമറിക്കുന്നുവെന്നും ഇതിനെ എതിർക്കുന്നവർ വാദിക്കുന്നു. ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി മതിൽ ചാടിക്കടന്ന് നടന്റെ വസതിയിൽ പ്രവേശിക്കുമ്പോൾ സുരക്ഷാ ജീവനക്കാർ ഉറങ്ങുകയായിരുന്നുവെന്ന് പോലീസ്. CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലാത്ത പ്രധാന കവാടം വഴിയാണ് പ്രതി നുഴഞ്ഞുകയറിയത്. കവാട പരിസരത്ത് ക്യാമറകൾ ഇല്ലാത്തതും പ്രതികൾക്ക് സൗകര്യമായി എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ആക്രമണത്തിൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ബോളിവുഡ് താരം സെയ്ഫ് അലിഖാൻ ആശുപത്രി വിട്ടു. സെയ്ഫ് അലിഖാൻ 6 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാമായണത്തെ കൂട്ടുപിടിച്ച് ഡൽഹിയിൽ പാർട്ടികളുടെ പ്രചാരണം. വനവാസകാലത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ അയച്ച സ്വർണ്ണമാനിനെ പോലെയാണ് BJP എന്ന് ആം ആദ്മി പാർട്ടി നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ അരവിന്ദ് കെജ്രിവാൾ. വാഗ്ദാനങ്ങൾ പാലിക്കാതെ BJP വഞ്ചിക്കുമെന്ന് വാദിക്കാൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കെജ്രിവാൾ നടത്തിയ പ്രസംഗം BJP വിവാദമാക്കി. രാമായണത്തെ കെജ്രിവാൾ അവഹേളിച്ചെന്ന് കുറ്റപ്പെടുത്തി പ്രായശ്ചിത്ത പ്രാർത്ഥനയ്ക്ക് BJP നേതാക്കൾ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിലെത്തി. രാവണനെ ന്യായീകരിക്കുന്ന അസുരപ്രേമികളായി BJP നേതാക്കൾ മാറിയെന്ന് കെജ്രിവാൾ തിരിച്ചടിച്ചു. തിങ്കളാഴ്ചത്തെ തിരഞ്ഞെടുപ്പ് യോഗത്തിലാണ് കെജ്രിവാൾ BJPയെ മാനിനോട് ഉപമിച്ചത്. ഇത് ഏറ്റുപിടിച്ച് കെജ്രിവാൾ ഹിന്ദുവിരുദ്ധനാണെന്നും BJP ആരോപിച്ചു. വേണ്ട വിധത്തിൽ ചിന്തിക്കാതെ നടപടിയെടുത്തതിന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പിഴ ചുമത്തി ബോംബെ ഹൈക്കോടതി. റിയൽ എസ്റ്റേറ്റ് വ്യവസായിക്കെതിരെ ലഭിച്ച കള്ളപ്പണ കേസ് വെളുപ്പിക്കൽ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതിനാണ് EDക്കെതിരെ ചൊവ്വാഴ്ച 1 ലക്ഷം രൂപയുടെ പിഴ ചുമത്തിയത്. കേന്ദ്ര ഏജൻസികൾ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് മിലിന്ദ് ജാവദ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ ജീവനക്കാർ പ്രഖ്യാപിച്ച പണിമുടക്ക് ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. കോൺഗ്രസ് CPI അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു. ജോലിക്ക് ഹാജരാകാത്തവരുടെ ശമ്പളം ഫെബ്രുവരിയിലെ ശമ്പളത്തിൽ കുറയും. അനധികൃത അവധികളും ഡയസ്ലോണിൽ ഉൾപ്പെടുത്തും. നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ ജയിലിലായ ബോബി ചെമ്മണ്ണൂരിനെ വഴിവിട്ട രീതിയിൽ സഹായം ചെയ്ത സംഭവത്തിൽ 2 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മധ്യമേഖല ജയിൽ DIG P അജയകുമാർ, എറണാകുളം ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ജയിൽ മേധാവി
ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചാണ് നടപടി. റിമാൻഡിൽ കഴിയവെ ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളുമായി മധ്യമേഖല DIG ജയിലിലെത്തി സൂപ്രണ്ടിന്റെ മുറിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയെന്നാണ് ജയിൽ മേധാവിയുടെ കണ്ടെത്തൽ. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുള്ള നടപടി ആയതിനാലാണ് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കടന്നത്. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. പാട്ടത്തിനെടുത്ത ഭൂമി പോക്കുവരവ് നടത്തി സ്വന്തം പേരിലേക്ക് മാറ്റി തട്ടിയെടുത്തുവെന്നാണ് അൻവറിനെതിരെയുള്ള പരാതി. 4 മാസം മുമ്പാണ് ഇതു സംബന്ധിച്ച പരാതി വിജിലൻസിന് ലഭിച്ചത്. വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തി ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. കോവിഡ് കാലത്തെ PP കിറ്റ് വാങ്ങിയതിൽ സർക്കാരിന് അധിക ബാധ്യതയുണ്ടായെന്ന CAG റിപ്പോർട്ടിനെ തള്ളി മുൻ ധനമന്ത്രി തോമസ് ഐസക്. PP കിറ്റ് വാങ്ങിയതിൽ ഒരു അപാകതയും ഇല്ല. കോവിഡ് കാലത്ത് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. PP കിറ്റ് വാങ്ങിയത് ഗുണമേന്മ നോക്കിയിട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്ക് എമർജൻസി പർച്ചേസ് കമ്മിറ്റിയിലാണ് വിശ്വാസം, അല്ലാതെ BJPയുടെ CAG അല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. CAG രാഷ്ട്രീയം കളിക്കുകയാണ്. കേരളത്തിനെതിരായ കുരിശ് യുദ്ധത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ പ്രതിപക്ഷം അതിന് കൈമണി അടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മിക്ക ഭരണഘടനാ സ്ഥാപനങ്ങളെയും BJP രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും തോമസ് ഐസക് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്ലാനിങ്ങിന് പാർട്ടിയിൽ പിന്തുണ കൂടുന്നു. ഭരണം പിടിക്കാനുള്ള പ്ലാൻ 63 എന്ന ആശയത്തെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പിന്തുണച്ചിരിക്കുന്നത്. പ്ലാൻ 63 കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിച്ചപ്പോൾ AP അനിൽകുമാർ അതിനെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഈ ആശയം രാഷ്ട്രീയകാര്യ സമിതിയിൽ മുന്നോട്ട് വെച്ചതിൽ തെറ്റില്ലെന്ന് ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് മത്സരിക്കുന്ന 90-ലേറെ സീറ്റുകളിൽ നിന്നും 63 സീറ്റുകൾ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ചിട്ടയായി പ്രവർത്തിച്ച് ഭരണമുറപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ VD സതീശൻ മുന്നോട്ട് വെച്ച ആശയം. എന്നാൽ ഇത് ചർച്ചയ്ക്കായി വെച്ചതിന് ശക്തമായ ഭാഷയിൽ AP അനിൽകുമാർ ചോദ്യം ചെയ്തിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര നിലവാരമായ ISO 42001-2023 സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കി തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ആഗോള IT സൊല്യൂഷൻ ദാതാവായ റിഫ്ലക്ഷൻസ് ഇൻഫോ സിസ്റ്റംസ് നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തപരവും ധാർമ്മികവും സുതാര്യവുമായ മാനേജ്മെന്റിൽ റിഫ്ലക്ഷൻസ് ഇൻഫോ സിസ്റ്റംസിന്റെ മികവ് പരിഗണിച്ചാണ് TUVSUDയുടെ ISO അംഗീകാരം ലഭിച്ചത്. AI റിസ്ക് മാനേജ്മെന്റ്, വിവരങ്ങളുടെ സ്വകാര്യത, മികച്ച ഗുണനിലവാരം, ധാർമ്മികതയിലൂന്നിയ AI സിസ്റ്റം വികസനം തുടങ്ങിയവ റിഫ്ലക്ഷൻസ് ഇൻഫോ സിസ്റ്റത്തിന്റെ AI മാനേജ്മെന്റിന്റെ പ്രത്യേകതകളാണ്. അത്യാധുനികവും സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ള AI സൊല്യൂഷനുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾ മികച്ച സേവനം ലക്ഷ്യമാക്കാനും ഇതിലൂടെ സാധിക്കും. ISO സർട്ടിഫിക്കേഷൻ പ്രക്രിയയിൽ ഇവയൊക്കെ പരിഗണിച്ചായിരുന്നു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 106.72 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.54 രൂപ, ഒരു യൂറോ 90.04 രൂപ, ഒരു പൗണ്ട് 1.23 US ഡോളർ. 9 ഗോളുകൾ പിറന്ന ആവേശ പോരാട്ടത്തിൽ മുഖം നോക്കാതെ പൊരുതിയ പോർച്ചുഗീസ് ക്ലബ് ബെൻഫിയയ്ക്ക് പിന്നിൽ നിന്നും തിരിച്ചടിച്ച് വീഴ്ത്തി ബാഴ്സലോണ. ആവേശം ഇഞ്ചറി ടൈമിന്റെ അവസാന സെക്കൻഡ് വരെ കൂട്ടിനെത്തിയ മത്സരത്തിൽ 5-4 ബാഴ്സയുടെ വിജയം. ആദ്യ പകുതിയിൽ ബാഴ്സ 3-1 പിന്നിലായിരുന്നു. 7 കളികളിൽ നിന്നും 6ാം വിജയം കുറിച്ച ബാഴ്സ 18 പോയിന്റുമായി ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ ഉറപ്പാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുർക്കിയിലെ ബോലു പർവ്വതനിരകളിലെ സ്കീ റിസോർട്ട് ഹോട്ടലിന് തീപിടിച്ച് 76 പേർ മരിച്ചു, 51 പേർക്ക് പരിക്ക്. തുർക്കിയിൽ ദേശീയ ദുഃഖാചരണം. കർണാടകയിൽ വാഹനാപകടത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഉത്തര കന്നഡ ജില്ലയിലെ ഹാവേരി കുംദ ദേശീയപാത 65-ൽ പുലർച്ചെ 5 മണിക്കായിരുന്നു അപകടം. കൊല്ലപ്പെട്ടത് ലോറിയിൽ പച്ചക്കറി ചാക്കുകൾക്ക് മീതെയിരുന്നു സഞ്ചരിച്ചവർ. ബ്രിട്ടനിലെ തീവ്രവാദ നിയമങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കൊലപാതകങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഓൺലൈൻ അക്രമ ഉള്ളടക്കത്തിന്റെ കണ്ടന്റുകൾ നീക്കം ചെയ്യാൻ സാങ്കേതിക കമ്പനികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ലേബർ സർക്കാർ. കോവിഡ് തട്ടിപ്പുകാർക്ക് പണി കൊടുക്കാൻ ഫ്രോഡ് ബിൽ. ബ്രിട്ടീഷ് പാർലമെന്റ് കോവിഡ് കാല തട്ടിപ്പുകാരുടെ സ്വത്തുക്കൾ റെയ്ഡ് ചെയ്യുവാനും തട്ടിയെടുത്ത നികുതിദായകരുടെ പണം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും തിരിച്ചുപിടിക്കുവാനും ആന്റി ഫ്രോഡ് സ്ക്വാഡിന് അധികാരം. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ ഉക്രൈൻ വക റഷ്യയിലേക്ക് ഡ്രോൺ ആക്രമണം.
യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ നടത്താൻ പുടിൻ വിസമ്മതിച്ചാൽ റഷ്യയ്ക്കെതിരെ US പുതിയ ഉപരോധം ഏർപ്പെടുത്തിയേക്കുമെന്ന് ട്രംപ്. US-ലുടനീളം ഡാറ്റാ സെന്ററുകളുടെ ഒരു ശൃംഖല നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന ഓപ്പൺ AI, ഒറാക്കിൾ, സോഫ്റ്റ് ബാങ്ക് എന്നിവയുടെ $500 ബില്യൺ AI ഇൻഫ്രാസ്ട്രക്ചർ സംയുക്ത സംരംഭം അനാവരണം ചെയ്ത് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം നൽകുന്ന ജന്മാവകാശ പൗരത്വ സംവിധാനം റദ്ദാക്കുന്നതിനെതിരെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ. ശൈശവ വിവാഹം നിയമവിധേയമാക്കണമെന്ന സൂചനകളോട് രാജ്യത്തിന്റെ വ്യക്തിഗത നിയമത്തിലെ ഭേദഗതികൾ ഇറാഖ് പാർലമെന്റ് പാസാക്കി. വേണ്ട വിധത്തിൽ ചിന്തിക്കാതെ നടപടിയെടുത്തതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ 1 ലക്ഷം രൂപ പിഴ ചുമത്തി ബോംബെ ഹൈക്കോടതി. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.